നോമ്പ് ചിന്ത 39-ാം ദിനം ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. തിരിച്ചുവരവിൻ്റെ ആഘോഷങ്ങൾ. തിരിച്ചുവരവ് സുവിശേഷം ആഘോഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ജീവിതാനുഭവമാണ്. പശ്ചാത്താപം തോന്നിയ ധൂർത്തപുത്രൻ നന്നായി ഗ്രഹപാഠം ചെയ്തു വന്ന് അപ്പനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അപ്പൻ്റെ മനസ്സിൽ ഒന്നേയുള്ളൂ, കണ്ടുകിട്ടിയല്ലോ അത് മതി എന്ന വികാരം. മരിച്ചെന്നാണ് കരുതിയത്, ആളുണ്ടല്ലോ അതുമാത്രം മതിയെന്നുള്ള വല്ലാത്തൊരു സ്നേഹമാണത്. ഇതുപോലെയൊരു തിരിച്ചുവരവ് ലൂക്കായുടെ സുവിശേഷം മറ്റൊരവസരത്തിലും ആഘോഷിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നാടുവിട്ടു പോയവരാണ്. ആ ശിഷ്യന്മാർ അത്യാഹ്ലാദത്തോടെ തിരിച്ചു വരുന്നു. ധൂർത്തപുത്രൻ തിരിച്ചു വരാൻ കാരണം അവന് സുബോധമുണ്ടായതാണ്. ലൂക്ക 15:7. എമ്മാവൂസിലെ ശിഷ്യന്മാർ തിരിച്ചു വരാൻ കാരണം അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നതാണ്. ലൂക്ക 24:31. ധൂർത്തപുത്രന് സുബോധമുണ്ടായി കണ്ണു തുറന്നപ്പോൾ അപ്പൻ എത്രയോ അകലെയാണെന്ന് കണ്ടു. എമ്മാവൂസിലെ ശിഷ്യന്മാർ കണ്ണു തുറന്നപ്പോൾ കർത്താവിൻ്റെ കല്ലറ, കാൽവരി എത്രയോ അകലെയാണെന്ന് തിരിച്ചറിഞ്ഞു. കല്ലറയില്ലാത്ത, കാൽവരിയില്ലാത്ത ജീവിതത്തിൻ്റെ ശൂന്യത അവർ തിരിച്ചറിയുന്നു. കൂട്ടായ്മ എത്രയോ അകലെയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. സഭാജീവിതവും എത്രയോ അകലെയാണെന്ന ചിന്ത അവർക്കുണ്ടായി. 3 ഘടകങ്ങളിലേക്കാണ് ശിഷ്യന്മാർ തിരിച്ചെത്തുന്നത്. 1 സഭയുടെ കൂട്ടായ്മയിലേക്ക്, 2 കർത്താവിൻ്റെ കാൽവരിയിലേക്ക്, 3 കർത്താവിൻ്റെ കല്ലറയിലേക്ക്. നാട് വിട്ടു പോകണം, ദൈവത്തെ വിട്ടു പോകണം എന്നുള്ള ചിന്തകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈശോ അവരുടെ മുൻപിൽ പരിശുദ്ധ കുർബാനയായി വീണ്ടും മുറിക്കപ്പെടുന്നത്. അപ്പം മുറിച്ചപ്പോഴാണ് അവർ കണ്ണു തുറന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലൂടെയും കണ്ണു തുറപ്പിക്കാൻ കർത്താവ് നമ്മുടെയൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. കൂടെ യാത്ര ചെയ്യുന്നവൻ കുർബാനയാണെന്നുള്ള തിരിച്ചറിവോടെ തിരിച്ചു നടക്കാൻ നമുക്ക് കഴിയണം. വൈകാതെ പെസഹ ദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഈ ചിന്തകൾ നമ്മെ വിശദീകരിക്കുകയും ശക്തീകരിക്കുകയും ദൈവത്തിൽ ഐക്യപ്പെടുത്തുകയും ചെയ്യാൻ നമുക്കും എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ തിരിച്ചു നടക്കാം.